എപ്സ്റ്റീൻ ഫയൽ നമുക്കെല്ലാവർക്കും സുപരിചിതമായ പേരാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി, രാജ്യത്തെ പ്രമുഖ സമ്പന്നന്മാർ തുടങ്ങി ഇനിയും വെളിയിൽ വരാത്ത പല വമ്പൻ സ്രാവുകളുടെയും പേരുകളടങ്ങിയ എപ്സ്റ്റീൻ ഫയൽ ലോകമൊട്ടാകെ കുപ്രസിദ്ധിയാർജിച്ച ഒന്നാണ്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന വിദേശിയുമായി ബന്ധപ്പെട്ടതാണ് ഈ ഫയലുകളെങ്കിലും ഇന്ത്യയിലെ മുകളിൽ പറഞ്ഞ ഉന്നതർക്ക് ഇതിലുള്ള ബന്ധം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ത്യക്ക് സ്വന്തമായി ഒരു എപ്സ്റ്റീൻ ഫയൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, മഹാരാഷ്ട്രയിൽ നിന്നും അത്തരമൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ വൻ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് അതീവ ഗുരുതരമായൊരു പീഡന കേസ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. സ്വയം പ്രഖ്യാപിത ആത്മീയ ഗുരുവെന്നും ജോൽസൺ എന്നും അവകാശപ്പെടുന്ന ക്യാപ്റ്റൻ അശോക് ഖരാത്താണ് പീഡന കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. രാഷ്ട്രീയമായി കോളിളക്കം സൃഷ്ടിക്കാൻ ഈ കേസിന് എങ്ങനെ കഴിയുമെന്ന് വ്യക്തമാക്കാം. രാജ്യത്തെയും സംസ്ഥാനത്തെയും അതിശക്തരായ രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്ന ഒരാളാണ് അശോക് ഖരാത്ത്. ജോത്സ്യത്തിന്റെ മറവിൽ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും അവരുടെ അശ്ലീല വീഡിയോകൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്തു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അശോക് ഖരാത്തിന്റെ പക്കൽ നിന്നും സ്ത്രീകളുടെ ഏതാണ്ട് 58ഓളം അശ്ലീല വീഡിയോകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ പല വീഡിയോകളിലും ഉന്നത കുടുംബങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമിക സൂചനകൾ. വർഷങ്ങളായി ഉന്നത രാഷ്ട്രീയക്കാരുടെയും വ്യവസായ പ്രമുഖരുടെയും വിശ്വസ്തനായ ജോത്സ്യനായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇയാൾ. ഈ വലിയ സ്വാധീനം ഉപയോഗിച്ചാണ് ഇത്രയും കാലം പിടിക്കപ്പെടാതെ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിക്കൊണ്ടുപോയതെന്ന് കരുതപ്പെടുന്നു. ഇയാളുടെ അറസ്റ്റോടെ മഹാരാഷ്ട്രയിലെ ഭരണകക്ഷിയായ BJP, ശിവസേന, NCP സഖ്യത്തിലെ പ്രമുഖ നേതാക്കളും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അശോക് ഖരാത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ എന്നിവരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ശിവസേന UBT നേതാവ് സഞ്ജയ് റാവത്ത് ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഹൈപ്രൊഫൈൽ സെക്സ് റാക്കറ്റിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഖരാത്ത് എന്നും ഇയാളെ വർഷങ്ങളായി സംരക്ഷിച്ചത് ആരാണെന്നുമുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പുറത്തു വന്നിരിക്കുന്ന 58 വീഡിയോകളിൽ ആരൊക്കെയുണ്ടെന്ന് പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മഹാരാഷ്ട്രയുടെ എപ്സ്റ്റീൻ ഫയൽ തുറന്നു കഴിഞ്ഞു, ഇനി ആരൊക്കെ പുറത്തു വരുമെന്ന് കാത്തിരുന്ന് കാണാം എന്നാണ് സഞ്ജയ് റാവത്ത് പരിഹസിച്ചത്. ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് ഈ കേസിൽ സ്വതന്ത്രമായ അന്വേഷണം നടത്താൻ കഴിയില്ലെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നുമാണ് നിലവിലെ ആവശ്യം. കോൺഗ്രസ് നേതാക്കളും ഈ കേസിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കൊപ്പമുള്ള ഖരാത്തിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനെ ടാഗ് ചെയ്ത് അടിയന്തര അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. BJP ഭരണത്തിന് കീഴിൽ ഇത്തരം ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുവെന്ന ആരോപണമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായോടൊപ്പം അതീവ വിശ്വസ്തനെ പോലെ നിൽക്കുന്ന ഖരാത്തിന്റെ ചിത്രം വെറും യാദൃച്ഛികമല്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തെ ഏറ്റവും ശക്തനായ വ്യക്തിയുമായുള്ള ഈ ബന്ധം ഖരാത്തിന് പോലീസിനെ ഭയപ്പെടാതെ പ്രവർത്തിക്കാൻ ധൈര്യം നൽകിയെന്ന് അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുമായുള്ള ചിത്രങ്ങളും ഇയാൾ രാഷ്ട്രീയമായി എത്രത്തോളം സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മഹാസഖ്യം സർക്കാരിലെ പ്രമുഖരുമായുള്ള ഈ ചങ്ങാത്തം മൂലമാണ് വർഷങ്ങളായി ഇയാൾക്കെതിരെ ആരും പരാതിപ്പെടാൻ തയ്യാറാകാതിരുന്നതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ജോത്സ്യം എന്ന പേരിൽ സ്ത്രീകളുടെ വിശ്വാസം പിടിച്ചുപറ്റി അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ ക്രൂരമായ അതിക്രമണങ്ങളാണ് നടന്നതെന്നാണ് പോലീസിന് ലഭിച്ച പരാതികളിൽ പറയുന്നത്. ഒരു സ്ത്രീ ധൈര്യപൂർവ്വം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. എന്നാൽ ഇത്രയും നാൾ ഇയാളെ സംരക്ഷിച്ചത് സർക്കാരിലെ ഉന്നതരാണെന്നും അതുകൊണ്ടാണ് ഇയാൾക്ക് യാതൊരു ഭയവുമില്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരാൻ കഴിഞ്ഞതെന്നുമാണ് ജനസംസാരം. ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ മഹാരാഷ്ട്ര സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ രൂപാളി ശങ്കർ ഖരാത്തിന്റെ പാദപൂജ ചെയ്യുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. രൂപാളി ശങ്കർ ഖരാത്ത് അധ്യക്ഷനായ ട്രസ്റ്റിലെ അംഗം കൂടിയാണെന്ന വിവരം പുറത്തു വന്നതോടെ അന്വേഷണം വനിതാ കമ്മീഷനിലേക്കും നീളുകയാണ്. അശോക് ഖരാത്തിന്റെ പക്കൽ നിന്നും ലഭിച്ച 58 വീഡിയോകൾ ഒരു മഞ്ഞുപർവ്വതത്തിന്റെ അഗ്രം മാത്രമാണെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ വീഡിയോകളിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ആരൊക്കെയാണെന്നും അവർക്ക് ഈ റാക്കറ്റുമായുള്ള ബന്ധം എന്താണെന്നും ഇനിയും വ്യക്തമാകാനുണ്ട്. പാവപ്പെട്ട സ്ത്രീകളെ മാത്രമല്ല, ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ വാഗ്ദാനം ചെയ്ത് പലരെയും ഇയാൾ തന്റെ വലയിലാക്കിയിട്ടുണ്ടെന്നാണ് സൂചന. ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അമേരിക്കയിലെ ജെഫ്രി എപ്സ്റ്റീൻ കേസിൽ എപ്രകാരമാണോ വമ്പൻ സ്രാവുകളുടെ പേരുകൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്നത്, അതുപോലെ മഹാരാഷ്ട്രയിലെ എപ്സ്റ്റീൻ ഫയലിലും ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും വരാനിരിക്കുന്നതേയുള്ളൂ. മഹാരാഷ്ട്രയിലെ ഡബിൾ എഞ്ചിൻ സർക്കാർ വിഷയത്തിൽ മൗനം തുടരുകയാണ്.